നല്ല ഓട്ടക്കാരാണ്. അതെ, വെറും ഓട്ടോക്കാരല്ല. എൻ്റെ അച്ഛൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ. ഇന്ന് 4-3-7 ദിവസത്തെ ഒരു ജീവിതമാണ്. ഈ ജീവിതം പിണങ്ങി തീർക്കാനാണോ? അടിച്ചു പൊളിച്ച് ലാവിഷായിട്ട് ജീവിക്കുക, മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവം ഉണ്ടാകരുത്. അത്രേ ഉള്ളൂ കാര്യം. ഞാൻ കാരണം നിങ്ങൾക്കൊരു ഉപദ്രവം ഉണ്ടാകരുത്. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എനിക്ക് ഉപദ്രവിക്കാതിരിക്കാൻ കഴിയും. അദ്ദേഹം BJP കാരനാണ്, ഇദ്ദേഹത്തിനെ ഞാൻ വിമർശിക്കും. ഞങ്ങളുടെ സ്റ്റാൻഡിൽ ഞങ്ങൾ രാഷ്ട്രീയം പറയാറില്ല, പക്ഷേ ഞങ്ങൾ പറയും. നമസ്കാരം. ഇൻസ്റ്റാഗ്രാം റീൽസുകളിലൂടെ ശ്രദ്ധേയരായ ഒരു കൂട്ടം ഓട്ടോ ചേട്ടന്മാരുടെ കഥയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ചെങ്ങന്നൂർ പെണ്ണുക്കര കനാൽ ജംഗ്ഷനിലാണ് ഈ ഓട്ടോ സ്റ്റാൻഡുള്ളത്. വളരെ കഴിവുള്ള നടന്മാരാണിവർ. ഇവരുടെ വിശേഷങ്ങൾ നമുക്കൊന്നറിയാം. റീൽസുകൾ കണ്ടു, എല്ലാ ഓട്ടോക്കാരും അടിപൊളിയായിട്ട് അഭിനയിക്കുന്നുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു ഇത് ചെയ്യാൻ കാര്യം? എന്താ? ഞങ്ങൾ നേരത്തെ മുതൽ ഇങ്ങനെ പ്ലാൻ ചെയ്ത് കൊണ്ടുവരുന്നത്, ഒന്നിച്ച് ഒരെടുപ്പ് എടുക്കുന്നതല്ല. ഞങ്ങൾ പലവർക്കും ഇങ്ങനെ ആലോചിച്ച് കാര്യങ്ങൾ ഞങ്ങൾ ഇൻ്റർവെൽ സമയത്ത് കാര്യം ഇടവേള കിട്ടുന്ന സമയങ്ങളിൽ കുറേശ്ശെ പാർട്ടായിട്ട് എടുത്ത് ഒന്നിച്ചത് സെറ്റ് ചെയ്യുക. നിങ്ങൾ എപ്പോഴെങ്കിലും വല്ല നാടകങ്ങളിൽ അഭിനയിക്കുകയോ കൂട്ട് അങ്ങനെ? ഇല്ല, സ്കൂൾ സമയത്തൊക്കെ പാട്ട് പാടുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചെറുപ്പത്തിൽ, അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ ഈ ഒരു റീൽസ് ചെയ്ത് ഇത് ഇത്രയും വൈറലായപ്പോൾ, ആളുകൾ കണ്ടു തുടങ്ങിയപ്പോൾ ആളുകളുടെ പ്രതികരണം എങ്ങനെയാണ്? നല്ല പ്രതികരണമായിരുന്നു. അവർ പറഞ്ഞ് വീണ്ടും ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ ഈ സമയം കിട്ടുങ്ങളിൽ ഇങ്ങനെ ഏതാണ്ട് 10-22 ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു. 22 റീൽസ് ചെയ്ത റീൽസ് എല്ലാം നല്ല ആളുകൾ നല്ല പ്രതികരണം. ഓട്ടോ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കുള്ള ഭാഗമാണ്. എപ്പോഴും ഓട്ടം വന്നിരിക്കും, ആളുകൾ വന്നുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴാണ് ഇതിന് സമയം കിട്ടുന്ന ഓട്ടോ ഇല്ലാത്ത സമയങ്ങളിൽ 3-4 പേരുണ്ടെങ്കിൽ അവരെ വെച്ചങ്ങ് ചെയ്യും. അങ്ങനെ ഗ്യാപ്പ് നോക്കി ചെയ്ത് ഇതിൻ്റെ ഐഡിയ ഒക്കെ ആരാണ്? ഐഡിയ ഞങ്ങളെല്ലാം കൂടെ ആലോചിക്കും. വിഷ്ണു പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇത് ആലോചിക്കും. അതാണ്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പ്രായം നോക്കുന്നില്ല, പല പ്രായത്തിലുള്ള ആളുകൾ ഉണ്ട്. എങ്ങനെയാണ് അതിനെക്കുറിച്ചൊന്ന് പറയാം? ഇതിനകത്ത് ഏതാണ്ട് 73-74 വയസ്സ് വരെയുള്ള ആൾക്കാരുണ്ട്. ഞങ്ങളെല്ലാവരും ഒരുപോലെ ഏതാണ്ട് 18-25 ഇടയ്ക്കുള്ള ആ ഒരു രണ്ടിലാണ് ഞങ്ങൾ പോകുന്നത്. കാര്യം ആ പ്രായം ഒരു വിഷയമല്ലത്. അല്ല, വളരെ തിരക്ക് പിടിച്ച ജീവിതമാണ് എല്ലാവരുടെയും. ഓട്ടോറിക്ഷ ഓടിക്കുന്നതെന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ വാഹനമാണ് ഓട്ടോറിക്ഷ. ഇതിൽ ജീവിതം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിലും ടെൻഷനിലും പ്രയാസങ്ങളിലും ഒക്കെ. പക്ഷേ നിങ്ങൾ ഈ ഓട്ടോ സ്റ്റാൻഡിൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? നല്ല സന്തോഷം. എല്ലാവരുമായിട്ട് ഇങ്ങനെ കൂടി നിന്ന് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുറേ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ അങ്ങ് ഒഴിവാക്കി കിട്ടും. പിന്നെ ഹാപ്പിയാണ്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ യുഗത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നു. നിങ്ങൾ പഴയ ആൾക്കാരാണ്. അപ്പോൾ ആ കാലത്തിനനുസരിച്ച് നിങ്ങൾ മാറാൻ ശ്രമിച്ചു, നിങ്ങൾ മാറ്റങ്ങളുണ്ടാക്കി. വിഷ്ണു, ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? എങ്ങനെയാണ് ഈ ഒരു ആശയത്തിലേക്ക് വന്നത്? ഇടയ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ റീൽ ചെയ്യുമായിരുന്നു, അല്ല ഒറ്റയ്ക്ക് തന്നെ റീൽ ചെയ്യുന്നതാണ് ഓൾറെഡി. അങ്ങനെ ഒരു ദിവസം ഇരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ചുമ്മാതെ ഒരു ദിവസം ഒരു പാട്ട് വണ്ടിക്കകത്ത് പാട്ടിട്ട് അങ്ങനെ ഇവർ ഇന്ന് കളിച്ച് ചുമ്മാതെ ഞാനതങ്ങ് ഷൂട്ട് ചെയ്ത് അതെടുത്ത് ഞാനങ്ങ് അപ്ലോഡ് ചെയ്ത് അതങ്ങ് കയറി റീച്ചായി ഭയങ്കരമായിട്ട്. അത് റീച്ചായി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ അടുത്തൊരു വീഡിയോ വെച്ച് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. പിന്നെ അങ്ങോട്ട് കയറാൻ തുടങ്ങി. പിന്നെ ഇവിടെ ഒരു പ്രാവശ്യം തൊഴിലുറപ്പുകാരും അതെന്തോ എന്തോ വരുന്നത്, അത് ഓണമല്ല, അത് ഏതൊരു പ്രത്യേകതയുള്ള ഒരു ദിവസമായിരുന്നു. സേവനവാരത്തിൻ്റെ അന്നായിരുന്നു. അന്ന് ഇവിടെ ഒരു പണി ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു പാട്ടെടുത്ത് ചെയ്ത് അവർ നമ്മളവിടെ കയറി അങ്ങ് ചെയ്തത്. അത് ഭയങ്കര റീച്ചായി, ഭയങ്കര വൈറലായിരുന്നു. അങ്ങനെ അത് ഭയങ്കര ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിലാണ്. അതാണ് ഓട്ടോ. അതെ ഓട്ടോ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ആ ചെറിയ ഇടവേളകൾ എത്രത്തോളം സന്തോഷകരമാണ് ശ്രമിക്കുന്നത്? അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷം. ഇപ്പോൾ ഇവരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഇപ്പം സത്യം പറഞ്ഞാൽ ഈ വണ്ടി ഓട്ടം മാത്രമേ ഉള്ളൂ, വീട് അങ്ങനെയൊക്കെ ആയിട്ട്. ഞാൻ ഓൾറെഡി ഒരു ആർട്ടിസ്റ്റാണ് കേട്ടോ, കോമഡി പരിപാടിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഇങ്ങനത്തെ ടെൻഡൻസി ഉണ്ട്. നമ്മൾ ചുമ്മാ ഇരുന്നാലും എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവരെല്ലാം ഇങ്ങനെ വന്ന് ഇവിടെ വണ്ടി വരുന്നു ടെൻഷൻ കാര്യങ്ങളെല്ലാം കേട്ടിരുന്നപ്പം ഇങ്ങനൊരു സംഭവത്തിൽ വന്നപ്പോൾ ഇവരെ ആൾക്കാരെല്ലാം തിരിച്ചറിയാൻ തുടങ്ങി. ഭയങ്കര ഫാൻസാണ് കേട്ടോ. ഈ കൊച്ചാണ്ടൊക്കെ എവിടെ വെച്ച് കണ്ടാലും ആൾക്കാർ തിരിച്ചറിയും, സംസാരിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവമായി. ആൾക്കാരെല്ലാം കാണുകയും പരിചയപ്പെടുകയും എന്നെ എപ്പോഴും വിളിച്ചു നോക്കി അപ്പോൾ അടുത്ത കാത്തിരിക്കാൻ തുടങ്ങി. അതുപോലെ അഥവാ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിലും ആൾക്കാർ ഇപ്പോൾ പറയാൻ തുടങ്ങി. ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു കേട്ടോ, നമ്മൾ എന്തോ ഇതിൽ എടുക്കുമായിരുന്നു. ഈ റീൽസ് ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ വളരെ കഴിവുള്ള ഒരു പറ്റം ആള്. അതെ, നല്ലപോലെ ചെയ്യുന്നുണ്ട്. ഇത്രയും നാൾ ഇവര് ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്ന ഒരു കഴിവ് പുറം ലോകത്ത് എത്തിക്കാൻ കഴിഞ്ഞു. അതെ അത് തന്നെ. ഞങ്ങളാണ് ആദ്യമായിട്ട് ഇങ്ങനെ റീൽസ്
പരിപാടി ചെയ്യുന്നത്. അല്ലല്ല വേറെ ആൾക്കാർ അല്ല, എന്നാലും ക്ലിക്കാവുന്ന നമ്മളെ അത് നമുക്ക് ചെയ്തതിനകത്ത് ഇദ്ദേഹം ഇതിന്റെ എഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യും. എഡിറ്റിംഗ് ഒക്കെ ചെയ്ത്. വിഷ്ണു നേരത്തെ എന്താ ചെയ്തിരുന്നത് ഓട്ടോ സ്റ്റാൻഡിൽ എത്തുന്നതിന് മുമ്പ്? ഞാൻ ആർട്ടിസ്റ്റായിരുന്നു, കോമഡി ആർട്ടിസ്റ്റായിരുന്നു. സ്റ്റേജ് പ്രോഗ്രാം, TV പ്രോഗ്രാം, ഫിഗറൊക്കെ ചെയ്യുന്നത്, ഫിഗറും സ്കിറ്റും ഒക്കെ ചെയ്യും. ഇപ്പോൾ ഫ്ലവേഴ്സ് TV പരിപാടി ചെയ്യുന്നുണ്ട്, ഐറ്റം വേറെ എന്ന് പറഞ്ഞത് ഐറ്റം വേറെ ആ പരിപാടി ചെയ്യുന്നുണ്ടിരിക്കും. ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇനി? ഇന്നും നമ്മളിങ്ങനെ തന്നെ നമുക്ക് കിട്ടുന്ന സമയത്ത്, അതായത് എല്ലാവരും ഇതിപ്പോൾ ഞങ്ങൾ പ്രത്യേകം അതിനുവേണ്ടി ഒരു സമയം എടുത്തൊന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ ചില സമയത്ത് ഓട്ടം ഇല്ലാതെ ശനിയാഴ്ച ദിവസം അയ്യോ നമ്മളിവിടെ ഉള്ള അണ്ണനെ ശനിയാഴ്ച ദിവസവും ഒക്കെ നമ്മൾ ഫ്രീ ആയിട്ടുള്ള സമയമുണ്ട്. ശനിയാഴ്ച ദിവസമൊക്കെ ചിലപ്പം ഓട്ടമൊക്കെ കുറവായിരിക്കും, ചില സമയത്ത് ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഓട്ടം കുറവായിരിക്കും. ആ സമയത്തൊക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ ചിലപ്പോൾ നല്ല മൂഡ് പോകുന്ന സമയത്ത് എല്ലാവരും ഉണ്ടെങ്കിൽ അങ്ങ് ചെയ്യും. പിന്നെ ഓട്ടം അങ്ങനെ അത് കാരണം ഓട്ടം ഞങ്ങൾ മുടക്കത്തില്ല. കാരണം ഇവിടെ വണ്ടി ഇപ്പോൾ 2-3 വണ്ടി ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ ഒരു ആൾ വന്ന് ഇപ്പോൾ ഫ്രണ്ടിൽ കിടക്കുന്ന ഒരാളെ വണ്ടിക്ക് നമ്മളവിടെ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പുറകെ കിടക്കുന്ന ഒരാളെ കയറ്റി വിടും. അല്ലെങ്കിൽ പറയുന്ന അങ്ങനെ ഒരു വിഷയമില്ല. ഇവിടെ ടേണാണ്, ഓൾറെഡി ടേണാണ്. പക്ഷേ നമ്മൾ ഈ ഒരു സംഭവത്തിന് വീഡിയോ എടുക്കുന്ന സംഭവം വരുമ്പോഴത്തേക്കും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ആ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. വണ്ടിയെല്ലാം ഓട്ടവും പോകും. അതോ വേറെ വണ്ടിയില്ല, നമ്മൾ മാത്രമേ ഉള്ളെങ്കിലും വണ്ടി ഓട്ടം പോയിട്ട് വന്നിട്ട് എടുക്കത്തുള്ളൂ ബാക്കി. അതൊക്കെ അങ്ങനെയുള്ളൂ. നമ്മുടെ ജീവിതകാലർക്ക് നടക്കണമല്ലോ, അത് നമ്മൾ നോക്കണമല്ലോ. ഈ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നതിനോടൊപ്പം ഓട്ടത്തൊഴിൽ എന്തിനാണ് സ്വീകരിച്ചത്? ഓട്ടം ഞാൻ സത്യത്തിൽ എൻ്റെ മിമിക്രി തന്നെയാണ് ഫീൽഡ്. പിന്നെ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും കൂടെ വേണമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഓട്ടോറിക്ഷ എടുത്തത്. കാരണം മണിച്ചേട്ടൻ ഓട്ടോറിക്ഷ അതായിരുന്നു. അല്ല, അത് ഉദ്ദേശിച്ചൊന്നും എടുത്തില്ല കേട്ടോ. ഞാൻ കല്യാണം കഴിക്കുമ്പോഴത്തേക്കും കല്യാണം കഴിക്കുന്ന സമയത്ത് എനിക്ക് മിമിക്രി മാത്രമേ ഉള്ളായിരുന്നു. മിമിക്രി ആയിട്ട് ഞാൻ സ്റ്റേജ് പ്രോഗ്രാം തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇവിടെ വേണമല്ലോ എന്നിട്ട് ഓട്ടോറിക്ഷ എടുത്തത്. അന്നേരം ഞാൻ ഈ സ്റ്റാൻഡിലായിരുന്നു, അപ്പുറത്ത് പെണ്ണക്കര എന്ന് പറഞ്ഞ സ്കൂളിനടുത്ത് സ്റ്റാൻഡിലായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഞാൻ കുറച്ച് വർഷം നിന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്ന് ഈ പുള്ളിയോട് ഞാൻ അനുവാദം ചോദിച്ചാൽ ഇവിടെ കയറിക്കോട്ടെ. അങ്ങനെ അന്നേരം അങ്ങനെയൊക്കെ വന്ന് കയറി. പിന്നെ ഭയങ്കര ഇപ്പം എല്ലാവരും ഭയങ്കര ഇപ്പം എൻ്റെ അച്ഛൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ. എൻ്റെ അച്ഛന് നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കലാകാരനായിരുന്നു, ആദം പെണ്ണക്കരനായിരുന്നു. നാട്ടിലെ എഴുത്തുകാരനും നാടൻപാട്ട് പ്രവർത്തകനും ഒക്കെ ആയിരുന്നു. മരിച്ചുപോയി, ഇപ്പോൾ 3 വർഷമായി മരിച്ചുപോയിട്ട്. അപ്പോൾ അച്ഛൻ്റെ സുഹൃത്തുക്കളാണ്. അച്ഛന് തയ്യക്കട ഉണ്ടായത്, അപ്പോൾസറി വർക്കിൻ്റെ കടയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വന്ന് അച്ഛനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കിയിരുന്നുണ്ട് പുള്ളിയൊക്കെ. ഇപ്പോൾ ഞാനുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ അത്രത്തോളം ഒരു പ്രായമില്ല, ഒരിക്കലും അല്ല. അതായത് അങ്ങനായി. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ KSRTC ജോലിയുള്ള ആളായിരുന്നു. ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ പരസ്പരം പറഞ്ഞ് ഷെയർ ചെയ്ത് അത് ലഘൂകരിക്കാൻ പറ്റുമല്ലേ? പിന്നെ എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ പറഞ്ഞ് സോൾവ് ചെയ്ത്. നിങ്ങളുടെയൊക്കെ പേരെന്ന് പറയാമോ ചേട്ടാ? പറഞ്ഞു. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ. സോഡ ഉണ്ണി എന്ന് വിളിക്കും. സോഡ ഉണ്ണി എന്ന് പറഞ്ഞാൽ ഗുണ്ടയല്ല കേട്ടോ, പുള്ളിക്ക് സോഡ കമ്പനി ഉണ്ട്, അതുകൊണ്ടാണ് സോഡ ഉണ്ണി പറഞ്ഞു. രാധാകൃഷ്ണൻ നേരത്തെ പറഞ്ഞു. അണ്ണൻ്റെ പേര് വിഷ്ണു. ജയകുമാർ. നിങ്ങൾ എത്ര പേരുണ്ട് ഇവിടെ റീൽസ് ചെയ്യാൻ? ഇവിടെ ഒരുപാട് പേരുണ്ട്. എത്ര പേരെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആര് വന്നാലും ഒരാഗ്രഹം പറഞ്ഞാൽ നിങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തും. ഇപ്പോഴും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഞങ്ങളെ ഉൾപ്പെടുത്താമെന്ന്. ഞാൻ കഴിവതും നമ്മൾ ആൾക്കാരെ ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴും ഇപ്പോൾ ഇന്ന സമയമൊന്നുമില്ല. നമ്മളിപ്പോൾ ഇന്നൊരു വീഡിയോ എടുക്കാം എന്നും പറഞ്ഞല്ല ഞങ്ങൾ ചെയ്യുന്നത്. അതാ കുഴപ്പം. സന്ദർഭത്തിനനുസരിച്ച് സാഹചര്യം അത്രേ ഉള്ളൂ. അങ്ങനെ ചെയ്യത്തേ ഉള്ളൂ. അല്ലാതെ നമ്മൾ അതിനു വേണ്ടി ഒരു സമയം കണ്ടെത്തി വേണ്ടി ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ മറ്റേ ഈയിടെയൊക്കെ ഇത് ചെയ്തത് ഹിറ്റ്ലറിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തത്. അത് നമ്മൾ ഈ വീടിൻ്റെ തൊട്ട് മേളിൽ 500 ആനൊക്കെ ചെയ്ത് അത് ഞങ്ങൾ ഇച്ചിരി സമയം എടുത്ത് ചെയ്യാൻ വേണ്ടി ഇച്ചിരി മാറി എന്ന് ചെയ്തത്. റാവുത്തർ അത് നല്ല റീച്ചായിരുന്നു. അത് കണ്ടിട്ട് വേറെ ആൾക്കാർ ചെയ്ത്. നിങ്ങൾ എങ്ങനെയാണ് ഈ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുന്നത്? നമുക്കറിയാമല്ലോ, പഴയ സിനിമയൊക്കെ എന്ന് പറയുമ്പം എല്ലാവരും മനസ്സിരിക്കുന്ന സിനിമകളാണ്. അതിൻ്റെ സീനുകളും എല്ലാം ആൾക്കാരുടെ മനസ്സിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പണ്ടത്തെ ആൾക്കാർക്കാണെങ്കിലും ഇപ്പോൾ ഉള്ള ജനറേഷനെക്കാട്ടിലും പഴയ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ തങ്ങിയിരിക്കുന്ന സിനിമകളാണ് അതൊക്കെ. അത് കാണാൻ വീണ്ടും നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ചെയ്യുമ്പോൾ അത് കാണാൻ ആൾക്കാർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കും. വിഷ്ണുവിനെ പോലെ ഒരാൾ ഇത്രയും ഏജ്ഡ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ ചേർന്നപ്പോൾ വിഷ്ണുവിന് എന്താ ഒരു ഫീൽ? എനിക്കൊരു ഭയങ്കര എനർജിയാണ്. കാരണം എനിക്ക് ഇവരുടെ കൂടെ ഉള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ. അതുപോലെ സ്നേഹം, ഭയങ്കര സ്നേഹമാണ് ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തൊരു കാര്യം ഉണ്ടെങ്കിൽ ഒത്തൊരുമ, അങ്ങനെയുള്ള അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചെയ്യും, സഹകരിക്കും, അതൊക്കെ ചെയ്യും. അതൊക്കെയാണ് ഇവിടുത്തെ ഒരു. അതുകൊണ്ട് ഈ പെണ്ണക്കര അതുകൊണ്ട് എത്തിയിട്ടുണ്ട്. പെണ്ണക്കര എന്ന് പറഞ്ഞാൽ രാത്രി 12 മണി സമയത്ത് അമേരിക്കയിൽ നിന്ന് എന്നെ വിളിക്കുന്നു. ഒരു ബന്ധു റീൽസ് കണ്ടേച്ച്
കൊച്ചാണ്ടൊക്കെ എവിടെ പോവാ ചാടി കയറിയെന്ന്. നാളിതുവരെ ഉണ്ടായിരുന്ന ഒരു അനുഭവത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ആ പെണ്ണക്കര എന്ന് പറയുന്ന കനാൽ ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സ്ഥലം ലോകം മുഴുവൻ. അടുത്ത് എപ്പോഴാന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. ഞങ്ങളങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം ഇത് എൻജോയ് ചെയ്യുന്നുണ്ട്? നല്ല ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. ഇന്നലെ നമ്മളൊരു വീഡിയോ അണ്ണനെ വെച്ചൊരു വീഡിയോ ഞങ്ങൾ ചെറിയൊരു വീഡിയോ ചെയ്ത് അത് എന്തായിരുന്നു മറ്റേ വാളയാർ പരമേശ്വരത്തിൽ എൻ്റെ മോനെ വെച്ചിട്ട് ഒരു ചെറിയ വീഡിയോ. അത് വലിയ ഇതൊന്നുമില്ല, ചെറിയൊരു കോമഡിക്ക് വേണ്ടി ചെറിയൊരു സാധനം ചെയ്ത്. അണ്ണന് പോലീസ് ഡ്രസ്സ് ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നോട് പറഞ്ഞാൽ ഈ പോലീസായിട്ട് എന്തെങ്കിലും ഞാൻ പറഞ്ഞ അണ്ണ ഒരു കാര്യം ചെയ്യും, പെട്ടെന്ന് ഒരു വീഡിയോ ഞാനൊരു വീഡിയോ റീല് കണ്ടതാണ്, അത് കണ്ടിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഞാൻ അണ്ണൻ വലിയ ഡ്രസ്സ് ഇരിപ്പുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ചെയ്യുന്നത്. അങ്ങനെ അണ്ണനെ കൊണ്ട് അത് ചെയ്യിച്ചു. ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല, ദൈവം സഹായിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇപ്പം തന്നെ എറണാകുളത്ത് ഒരു വെബ് സീരീസിൻ്റെ ബോംബെ, ഞാൻ 15 വർഷം ബോംബെയിലായിരുന്നു. ബോംബെയിൽ നിന്ന് ഒരുപാട് ജനങ്ങൾ ഞാൻ വിളിക്കുന്നു. ശരിയാ, അടുത്ത റീൽസ് എന്നാണ് ചോദിച്ചത്. അതുപോലെ അവർക്ക് കാണാൻ ഒരു സീരിയൽ കാണുന്ന കൂട്ട് അവർ കണ്ടോണ്ടിരിക്കും. ഇപ്പം ഒരു ഇത് വെബ് സീരീസിൽ ഒരു കുറച്ച് ആൾക്കാരുടെ കാര്യം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഓട്ടോറിക്ഷയിലുള്ള ഞാൻ കുറച്ച് പേരോട് പറഞ്ഞിട്ടുണ്ട്, ഒരു വെബ് സീരീസ് തുടങ്ങുന്നുണ്ട് എറണാകുളത്താണ്. അപ്പോൾ അവർ എന്നോടൊക്കെ ചോദിച്ചു നിങ്ങളോട് ഓട്ടോറിക്ഷക്കാരെ വിളിച്ചാൽ വരുമോ എന്ന് എന്നോട് ചോദിച്ചു. അത് ഞാൻ പറഞ്ഞ് ഉറപ്പായിട്ടും കുറച്ച് ആൾക്കാരെ അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്, അവരെ വിളിക്കാൻ. ഓ പിന്നെ അതിനായിട്ടുള്ളൊരു ഇതും ഉണ്ടാവും. സിനിമയിലേക്കുള്ള ഒരു വഴി തുറക്കുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊക്കെ അതൊക്കെ നമ്മുടെ പ്രതീക്ഷയാണല്ലോ. നമ്മളെ പ്രതീക്ഷകളാണ്. സംഭവിച്ചാൽ സംഭവിച്ചു, അതിനെ നമുക്ക് അങ്ങനെ അവസരം കിട്ടിയാൽ പോയിരിക്കും. പെണ്ണുകര സിനിമയിലും അടയാളപ്പെടുത്തും. പിന്നെ പെണ്ണുക്കര ഒരു സിനിമയ്ക്കകത്ത് പറയുന്നുണ്ടല്ലോ, മറ്റേ KPSC ഒരു പടത്തിനകത്ത് പറയുന്നുണ്ടല്ലോ, പെണ്ണുക്ക അത് അങ്ങ് തെക്ക പെണ്ണുക്കര എന്ന് പറഞ്ഞൊരു ഡയലോഗുണ്ട് പറയുന്നത്. കാളിയച്ചിനൂട്ടെന്നൊക്കെ പറയുന്ന ഒരു പടത്തിന് ശബ്ദങ്ങളൊക്കെ അനുകരിക്കുമായിരുന്നു. അല്ല, സ്റ്റാർ അങ്ങനെ ചെയ്തത്, ഞാൻ ഫിഗറാണ് ചെയ്യുന്നത്. സ്റ്റാർ ചെയ്യും, പക്ഷേ ഞാൻ മോഹൻലാൽ, വിജയകാന്ത്, മൻസൂർ അലി ഖാൻ, അങ്ങനെ കുറച്ച് പേരുണ്ട്, മണിയമ്പിള്ള രാജു, അങ്ങനെ കുറച്ച് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. 1 man ഷേഡ് ചെയ്യുന്നുണ്ട്, സ്റ്റേജ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു സന്തോഷം പോലെ തോന്നുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വിഷ്ണുവിനെയൊക്കെ കൂട്ടായിട്ട് കിട്ടിയപ്പോൾ എന്ത് തോന്നുന്നു? അത് ഭയങ്കര ഇൻട്രസ്റ്റാണ്. പറയണ്ട, സമയം നല്ല ഇൻട്രസ്റ്റും ഉണ്ട്, സമയം പോക്കുണ്ട്, സന്തോഷമുണ്ട്, ബോറടിക്കുന്നില്ല. ഓട്ടം കഴിഞ്ഞ് വന്ന് ഞങ്ങളുടെ സമയം ഞങ്ങൾ നോക്കി പെട്ടെന്നുള്ളൊരു പരിപാടികളാണ്, അല്ലാതെ മുന്നിട്ട് ഒരു പരിപാടിയല്ല. ഞങ്ങൾ നേരത്തെ അഭിനയിച്ച് കഥയൊക്കെ പഠിച്ച് അഭിനയിച്ച് വരുന്നതാണ്. ഞങ്ങൾക്ക് അതുപോലെ ഇവിടെ ഒരു നാട്ടുചന്തയുണ്ട് കേട്ടോ. ആലോചിച്ച് ചെയ്യുന്ന കാര്യം അറിയാമോ? നാട്ടുചന്ത എല്ലാ ശനിയാഴ്ചകളിലും നാട്ടുചന്തയുണ്ട്. ഇത് തൊട്ടപ്പുറം 4 മണി മുതൽ വൈകിട്ട് 6 ഒരു പഴമയുടെ ഒരു സംഭവമൊക്കെ വരുന്ന കാര്യം, അതെങ്ങും ഇല്ലാത്ത ഇതാണ്. എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും 3 മണി തൊട്ട് 5 മണി വരെ അല്ലേ, 6 മണി. എറണാകുളത്തൊക്കെ പോയി ഓട്ടോറിക്ഷക്കാർ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയും, ഓട്ടോറിക്ഷക്കാർ തന്നെ. ഈ ഓട്ടോറിക്ഷയുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഇത് ഭയങ്കര വൈറലായിട്ട് പോകുന്നുണ്ട്. ഓട്ടോറിക്ഷക്കാരുടെ ഗ്രൂപ്പുണ്ട്, അതിനകത്ത് പോകുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും പ്രോഗ്രാമിന് വിളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, പരിപാടി ചെയ്തിട്ടുണ്ട്, ഫംഗ്ഷനുകളൊക്കെ വിളിച്ചു ചെയ്തിട്ടുണ്ട് പരിപാടികൾ. ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. എൻ്റെ കൂടെ അണ്ണൻ ഒരുപാട്, അല്ല നമ്മളെല്ലാവരും ഒരുമിച്ച് പരിപാടി ചെയ്തിട്ടുണ്ട് സ്റ്റേജിൽ. ഞങ്ങളൊരു അയ്യപ്പൻ്റെ പാട്ടൊക്കെ ഞങ്ങൾ ചെങ്ങന്നൂർ മടത്തുംപിടിക്ക് ഒരു അയ്യപ്പൻ്റെ പ്രോഗ്രാം ഞങ്ങൾ ഒന്നിച്ച് ചെയ്തു. കഴിഞ്ഞ പ്രത്യേകത്തിലോ? അങ്ങനെ അവിടുത്തെ ഓട്ടോക്കാരുടെ പരിപാടിയായിരുന്നു ഉത്സവത്തിൻ്റെ. അവർ നമ്മളെല്ലാം വിളിച്ച് നിങ്ങളുടെയൊക്കെ വീട്ടുകാരുടെ പ്രതികരണം? വീട്ടുകാർക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല. അവർ പറയുന്നത് നല്ല വളരെ സന്തോഷം അവർക്ക്. ഇച്ചിരിയോടെ ശരിയാക്കണമെന്നാണ് പറയുന്നത് എല്ലാവരും. അതേ സമയം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങളെല്ലാം ഓട്ടക്കാരാണ്. അതെ, വെറും ഓട്ടോക്കാരല്ല, ഓട്ടക്കാരാണ്. നമ്മൾ വെറും ഓട്ടയാകാനും പറ്റത്തില്ല. അതും പറ്റത്തില്ല, വരുമാനം വേണമല്ലോ. ഇത് മാത്രമായിട്ട് നമ്മൾ മുമ്പോട്ട് പോയാലും നമ്മൾ, പക്ഷേ ഞങ്ങൾ ഇതുകൊണ്ട് പിന്നെ പൈസ കിട്ടുന്ന ഇത് പ്രോസസ്സൊന്നും ആയിട്ടില്ല കേട്ടോ ഇതുവരെ. ഈ ഓട്ടോ സ്റ്റാൻഡിലെ സുനിലേട്ടനുണ്ട്. സുനിലേട്ടൻ നമസ്കാരം. നമസ്കാരം. റീൽസിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുമോ നിങ്ങളെല്ലാവരും? അതിൻ്റെ പൂർണ്ണ ക്രെഡിറ്റും നമ്മുടെ വിഷ്ണുവിനാണ്. കാരണം ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ ഞങ്ങളെ കൊണ്ട് എത്തിക്കുവാനും ഈ കേരളവും നല്ല ലോകത്തൊരുമാപ്പെട്ട എല്ലാ നമ്മുടെ ഫ്രണ്ട്സിലും കാര്യങ്ങൾക്കും എല്ലാം ഞങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു കഴിവ്, നമ്മളൊന്നും വലിയ കലാകാരന്മാരല്ല, എന്നാലും നമുക്ക് കിട്ടുന്ന സമയത്തിനുള്ളിൽ നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ കഴിവുകളെ മനോഹരമാക്കി ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാക്കി തന്നത് വിഷ്ണുവാണ്. അപ്പം ഇതിൻ്റെ അതായത് ഞങ്ങൾ ഈ ഓട്ടോ സ്റ്റാൻഡിലെ ഈ റീൽസിൽ ഞങ്ങൾക്കുണ്ടാകുന്ന എല്ലാ ലൈക്കുകളും എല്ലാ പ്രമോഷനുകളും ഞങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ബഹുമാനവും അതിൻ്റെ എല്ലാം മൂല കാരണം എന്ന് പറയുന്നത് വിഷ്ണുവാണ്. അപ്പം വിഷ്ണുവാണ് ഞങ്ങളെ ഇന്ന് ഈ ലോകത്തിൻ്റെ മുന്നിലും ഇന്ന് ഇതുപോലൊരു അവസരത്തിൽ ചാനലിൽ നിന്ന് വരെ വന്ന് ഞങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ആ ഒരു കഴിവും എത്തിച്ചത് വിഷ്ണുവാണ്. അതിന് വിഷ്ണുവിനോട് ഞങ്ങൾ എല്ലാ രീതിയിലുള്ള നന്ദിയും കടപ്പാടുകളും ഈ അവസരത്തിൽ പറയുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങളെക്കാട്ടും പ്രായം കുറഞ്ഞ ആളാണെന്ന് തോന്നുന്നു വിഷ്ണു അല്ലേ?
വിഷ്ണു എൻ്റെ സുഹൃത്തിൻ്റെ മകനാണ്. അതായത് വിഷ്ണുവിൻ്റെ ആ ഒരു കഥ പറയുമ്പം വിഷ്ണുവിൻ്റെ ഫാദറുണ്ട് ആദം പെണ്ണുകര. ആദം പെണ്ണുകര എന്ന് പറയുന്ന ആ വ്യക്തിയാണ് എൻ്റെ സുഹൃത്താണ് പുള്ളി. ഞങ്ങൾ ചെറുപ്പകാലത്തിൽ ബാഡ്മിൻ്റൺ, അതായത് 10-14 വയസ്സുള്ള കാലം തൊട്ട് ബാഡ്മിൻ്റനെ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് വളർന്ന് വന്നതിന് ശേഷം നമ്മുടെ കൂട്ടത്തിൽ വന്നതാണ് വിഷ്ണു. ശരിക്കും ഞാൻ വിഷ്ണുവിൻ്റെ കൂട്ടുകാരനല്ല, ഞാൻ വിഷ്ണുവിൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരനാണ്. പക്ഷേ ആ ഒരു ബന്ധം ഞങ്ങൾ നിലനിർത്തി പോരുന്നുണ്ട്. നല്ല സൗഹൃദത്തിലാണ് എല്ലാവരും ഇവിടെ. ഞാനാണെങ്കിൽ CPIയുടെ ലോക്കൽ കമ്മിറ്റി അംഗവും ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ്റെ ജില്ലാ കമ്മിറ്റി അംഗവും ഒക്കെയാണ്. പക്ഷേ ഞങ്ങളിൽ ഇവിടെ BJPക്കാരുണ്ട്, സംഘത്തിൻ്റെ ആൾക്കാരുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിക്കാരുണ്ട്, എല്ലാവരും BSPക്കാരുണ്ട്. പക്ഷേ ഞങ്ങളിവിടെ ഈ ഓട്ടോ സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെയുള്ള യാതൊന്നുമില്ല. അപ്പം ഞങ്ങൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു അമ്മ പെറ്റ മക്കളെ പോലെ. ഞങ്ങൾക്ക് ഓണമായാലും ശരി, ക്രിസ്മസ് ആയാലും ശരി, ഇനിയും എന്തൊരു ആഘോഷ പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ ജാതി മത വ്യത്യാസങ്ങളും വിട്ട് ഞങ്ങൾ ഒന്നിച്ച് ഒറ്റ കൂട്ടരായി. ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പേര് തന്നെ ഓട്ടോ ചങ്സ് എന്നാണ്. അതിനകത്തൊന്നുമില്ല, ഞങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, എല്ലാം ഇല്ല. ഞങ്ങൾ ചെയ്യുന്ന തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളെല്ലാം ഒന്നാണ്. ഞങ്ങൾ പൊതുപ്രവർത്തനങ്ങളിലും ഞങ്ങളുണ്ട്. ഈ റോഡ് സൈഡിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പോച്ച എത്തി വരാൻ, അതിനൊരു ആക്സിഡൻ്റ് ഉണ്ടായാൽ അതിൻ്റെ മുൻപന്തിയിൽ, അങ്ങനെ നാടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ പ്രവർത്തികളിലും ഞങ്ങളുടെ ഈ ഓട്ടോ സ്റ്റാൻഡിലെ എല്ലാ സുഹൃത്തുക്കളും ഒന്നിച്ച് ഒരു മനസ്സോടെ ഞങ്ങളെല്ലാവരും കാണും. സാധാരണക്കാരുമായിട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം, ബന്ധം. അപ്പം സാധാരണക്കാരൻ്റെ വികാരങ്ങളും വിചാരങ്ങളും മനസ്സിലാക്കുകയും അവൻ്റെ സന്തോഷവും അവൻ്റെ ദുഃഖങ്ങളും മനസ്സിലാക്കുകയും ഞങ്ങളുടെ കലയ്ക്കകത്തൂടെ ഞങ്ങളത് പ്രകടിപ്പിക്കുകയും ചെയ്യും. ഞങ്ങളൊരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഞങ്ങളെല്ലാം ഈ കടക്കാരല്ലേ, ചിട്ടി പിരിവ് അങ്ങനെയുള്ള കാര്യങ്ങളല്ലോ. അപ്പോൾ അതിൻ്റെ ബേസിൽ ഞങ്ങളിവിടെ ഒരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ കാബൂളിവാലയ്ക്കകത്ത് ഒരു പാട്ടൊക്കെ ഇട്ട്. ഇപ്പം കൂട്ടത്തിലുള്ളതിൽ ഏറ്റവും പ്രായമുള്ള വ്യക്തിയും ഞങ്ങളുടെ ഒരു മാർഗദർശിയുമാണ്. അദ്ദേഹം BJPയുടെ പ്രവർത്തകനാണ്. പക്ഷേ ഞങ്ങളുടെ പ്രവർത്തനത്തിൽ BJP ഇല്ല, മാർക്സിസ്റ്റ് പാർട്ടി ഇല്ല, CPI ഇല്ല, CPM ഇല്ല, ഒന്നുമില്ല. ഇവിടെ ഞങ്ങൾ ഒറ്റമക്കൾ. അതുപോലെ പിന്നെ വേറെ ഒന്നെന്ന് പറഞ്ഞാൽ ഇനി എടുത്തു പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്റ്റാൻഡിൽ ഞങ്ങൾ രാഷ്ട്രീയം പറയാറില്ല. പക്ഷേ ഞങ്ങൾ പറയും, വളരെ നിശിതമായിട്ട് തന്നെ വിമർശിക്കും. ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഞങ്ങൾ വിമർശിക്കും. അതെല്ലാം ഞങ്ങൾക്കറിയാം, ചർച്ച ചെയ്യും. ഇദ്ദേഹം BJPക്കാരനാണ്. ഇദ്ദേഹത്തിനെ ഞാൻ വിമർശിക്കും, ഇദ്ദേഹത്തിനെ വിമർശിക്കും. ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരുടെ മുന്നിൽ വെച്ച് ഇദ്ദേഹത്തിനെ ഞങ്ങൾ വിമർശിക്കും. അതേ വിമർശനാധികാരം അദ്ദേഹത്തിനുമുണ്ട്. അദ്ദേഹവും എന്നെയും വിമർശിക്കും. ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ആ രീതിയിൽ പുള്ളി എന്നെയും വിമർശിക്കും. അപ്പോൾ ആ വിമർശനത്തെ വിമർശനമായിട്ട് അംഗീകരിച്ചുകൊണ്ട് സാഹോദര്യ ബന്ധത്തെ മുൻനിർത്തിയുള്ള വിമർശനങ്ങളാണ്. അതായത് സഹോദര ബന്ധവും ഞങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം. എന്തിനാ പിണങ്ങുന്നേ? എന്ത് കാര്യത്തിനാ സഹോദരൻ പിണങ്ങുന്നത്? ഇന്നും 4, 3, 7 ദിവസത്തെ ഒരു ജീവിതമാണ്. ഈ ജീവിതം പിണങ്ങി തീർക്കാനാണോ? അടിച്ചു പൊളിച്ച് ലാവിഷായിട്ട് ജീവിക്കുക, മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവം ഉണ്ടാക്കരുത്. അത്രേ ഉള്ളൂ കാര്യം. ഞാൻ കാരണം നിങ്ങൾക്കൊരു ഉപദ്രവം ഉണ്ടാകരുത്. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എനിക്ക് ഉപദ്രവിക്കാതിരിക്കാൻ കഴിയും. അപ്പോൾ അതാണ് ഞങ്ങളുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നതാണ്. സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ മിണ്ടാതെ കൈ തൊഴുതങ്ങിയിരിക്കുക. ചേട്ടാ നമസ്കാരം. റീൽസിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. പല സമയത്തായിട്ടാണ് ഓരോരുത്തരെ കിട്ടുന്നത്. കാരണം നിങ്ങൾ ഓട്ടത്തിന്റെ തിരക്കിലുമാണ്. എന്ത് ഫീൽ ചെയ്യുന്നു? ലോകം മുഴുവൻ നിങ്ങൾ അറിഞ്ഞു. നേരത്തെ ഒന്നും ഞങ്ങളെ അങ്ങനെ വലുതായിട്ടൊന്നും അറിയത്തില്ല, നാട്ടുകാരൊക്കെ അറിയത്തുള്ളായിരുന്നു. ഇപ്പോൾ തന്നെ ഓരോ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ റീൽസ് ചെയ്യുന്ന ആൾക്കാരില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മളെ ഇങ്ങോട്ട് പരിചയപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് നല്ലൊരു സന്തോഷവും ഇതൊക്കെ തരുന്നതാണ്. വീട്ടിലെങ്ങനെയാണ് ഈ റീൽസ് ഒക്കെ ചെയ്യുമ്പോൾ? സാധാരണ ചിലപ്പം ചിലരൊക്കെ പിണങ്ങാൻ അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് എന്തിനാന്നൊക്കെ ചോദിക്കാറുണ്ടോ? അതോ? ഇല്ല, വൈഫൊക്കെ സപ്പോർട്ടാണ്, മോനും സപ്പോർട്ടാണ്. പിന്നെ ചിലരൊക്കെ ഇങ്ങനെ കളിയാക്കുകയൊക്കെ ചെയ്യും. കാര്യമാക്കുന്നില്ല. ഈ ഓട്ടോ സ്റ്റാൻഡിനുള്ളവർ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരാണ്. എങ്കിലും ഇവിടുത്തെ സ്ഥലം MLA മന്ത്രിയായ സജി ചെറിയാനെ കുറിച്ച് ഇവർക്ക് നല്ലതേ പറയാനുള്ളൂ. നല്ല രീതിയിലുള്ള റോഡുകൾ അദ്ദേഹം നല്ല വികസനം ഇവിടെ നടത്തിയെന്നൂടെ അവർ പറയുന്നുണ്ട്. റീൽസുകളിൽ വളരെ മനോഹരമായി അഭിനയിക്കുന്ന ഇവർക്ക് എല്ലാവിധ ആശംസകളും. ഭാവിയിൽ ഇവർ സിനിമയിലെത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു.